വൈറ്റമിൻ സി യൂസ് ചെയ്താൽ, സിറം യൂസ് ചെയ്താൽ സ്കിൻ ബ്രൈറ്റൻ ആവും. ഇതാണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ അല്ല. എൻ്റെ അടുത്ത് വരുന്ന ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വളരെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാൻ തോന്നും. ഹിസ്റ്ററി എഴുതി പേരെന്താ, ഏജ് എന്താണെന്ന് ഞാൻ ഷോക്കായിട്ടുണ്ട് പലപ്പോഴും. ഇത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. ലഞ്ചിനൊന്ന് തിരിഞ്ഞു, അവരവിടെ ലിറ്ററലി ഇരിക്കുക. ലിറ്ററലി അമ്മ ഇരിക്കുന്നു, മകളിരിക്കുന്നു. അവർ ബജാജിൻ്റെ EMI എടുക്കുകയാണ്. വാക്സിൻ ത്രെഡിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ അറിയാം. ഭയങ്കര പെയിനാണ്. അത് നമ്മുടെ സ്കിന്നിന് ട്രാക്ഷനാണ്. ഇറ്റ് ഈസ് ഹേർട്ടിങ്. സൺസ്ക്രീൻ ആക്ച്വലി എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? നിങ്ങളൊരു 2 weeks യൂസ് ചെയ്ത് നോക്കുക, സ്കിന്ന് ചേഞ്ച് ആവുന്നത് കാണാം. അതൊരു പ്യുവർലി ഒരു മെഡിസിൻ ആണ്. സൺസ്ക്രീൻ ഇല്ലെങ്കിൽ പറ്റുന്ന ഡാമേജസ് എന്തൊക്കെയാണ്? പ്രീമച്യൂർ ആയിട്ടുള്ള ഏജിങ് വരും. സ്കിന്നകത്ത് പെട്ടെന്നായിട്ടുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരും. ഒരുപാട് സ്റ്റബോൺ ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. പല ആൾക്കാരും ഇങ്ങനെ എണ്ണ തേച്ച് മുടി വളരുന്നു എന്നുള്ള റിസൾട്ട് കാണിക്കുന്നത് എന്നതിൻ്റെ ബേസിലായിരിക്കും. ആ പ്രോഡക്റ്റ് വിറ്റുപോകാൻ ഞങ്ങൾക്ക് മോയ്സ്ചറൈസർ എവിടെ? എനിക്ക് ഓയിലി സ്കിന്നാണ് മാം. അത് ഞാൻ അതിന് എന്നൊക്കെ എനിക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല ഡോക്ടർ. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? വൈറ്റമിൻ സി ഫേസ് വാഷ് എന്നും അലോവേരയുടെ ജെല്ലിൻ്റെ ഫേസ് വാഷ് എന്നും ചാർക്കോൾ ഫേസ് വാഷ് മെന്നിന് പ്രത്യേകിച്ചുണ്ട്, വിമണിന് പ്രത്യേകിച്ചുണ്ട്, യൂണിസെക്സ് ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി ചോദിക്കും, ഫാമിലി ഹിസ്റ്ററി ചോദിക്കും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും, അവരുടെ വെയിറ്റ്, ഹൈറ്റ് എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരെണ്ണം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാണ്ടാണ് ബ്ലൈൻഡായിട്ട് ഗ്ലൂട്ടാതൈനൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലി ഈ ബോട്ടോക്സ് എന്ന് പറയുന്ന സംഭവത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇടയ്ക്ക് കേട്ട് വന്നിട്ടുള്ളത്. ചിരിച്ച് തന്നെ ഇരിക്കുന്ന ചില കണ്ടീഷൻസും. മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. ഒടിയനൊക്കെ ഇറങ്ങി വർഷങ്ങളായി. പക്ഷെ ഞാൻ ഇന്നും ബോട്ടോക്സ് എന്ന് പറയുമ്പം കൂടെ കേൾക്കുന്ന ഒരു ഇതാണ് മോഹൻലാലും ഒടിയനിൽ ബോട്ടോക്സ് ചെയ്തിട്ടാണ് ചെറുപ്പമായതെന്നും. അതൊക്കെ മെത്താണ് കേട്ടോ, വെറുതെ. നമ്മൾ വിചാരിക്കും മുന്നേക്ക് ഈ ക്രീമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ അത് അവിടെ ഇരിക്കും. ഇല്ല, നമ്മുടെ സിസ്റ്റം അബ്സോർബ് ചെയ്യും. ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് ക്രീംസിൽ, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ക്രീംസിലൊക്കെ ഇതാണ് ഇൻഗ്രീഡിയൻറ്റ്. ബ്രിട്ടീഷ് ക്രീംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ. അതെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുട്ടികളെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു ഫേസ് വേണ്ടത്, ഇതുപോലെയാണ് ഒരു സ്കിന്ന് വേണ്ടത്. ഏറ്റവും വലിയൊരു സ്കാം എന്ന് പറയുന്നത് കൊറിയൻ സ്കിൻ കെയർ. ഏറ്റവും ഒരു അട്രാക്റ്റഡ് ഗ്രൂപ്പ്, ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടീനേജേഴ്സാണ്, അൺഫോർച്ചുനേറ്റ്ലി.